സോ നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രസ്സിംഗ് വാസ് റിയലി ബാഡ്. അല്ല, ഈ സീസൺ ഓവറോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രസ്സിംഗ് വേൾഡ് ഫുട്ബോൾ ആണ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ആണ്. ആൻഡ് പല പ്ലേയേഴ്സും പിച്ചിൽ ജോഗിയാണ്, ആ ഒരു ഇന്റൻസിറ്റി കൊടുക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അഗെയിൻസ്റ്റ് എംബാപ്പെ സ്കോർ ചെയ്ത രണ്ടാമത്തെ ഗോൾ സാന്റിയാഗോ ബെർണബേയിൽ. സോ നമ്മൾ അതിന്റെ ചെറിയൊരു അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പിക്ചറിൽ കാണാം, അവിടെ റോഡ്രിഗോയുടെ കാലിലോട്ട് ബോൾ റിസീവ് ചെയ്യുകയാണ്. റോഡ്രിഗോനെ മാർക്ക് ചെയ്യാൻ ചെല്ലുന്നത് മറ്റാരുമല്ല, ബെർണാഡോ സിൽവയാണ്. അവിടെ വാൽവേർഡെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഒരു റണ്ണ് നടത്തി വരുന്നത് നമുക്ക് കാണാം. പുള്ളി ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ നിന്നും പുള്ളി നമ്മൾ നോക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതും കാണാം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി പ്ലേയേഴ്സിന്റെ പൊസിഷനിങ് നോക്കുക. ബെർണാഡോ സിൽവ റോഡ്രിഗോയുടെ മേലുണ്ട്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്വാർഡിയോളും വാൽവേർഡും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ബെല്ലിംഗം റിയലി ഫ്രീ ആണ് മിഡ്ഫീൽഡ്. അവിടെ ഗുണ്ടകനും മറ്റുമൊക്കെ ഫോർഡനും മറ്റുമൊക്കെ റിയലി ട്രാക്ക് ബാക്ക് ചെയ്ത് പതുക്കെ വരുന്നുള്ളൂ. അതുപോലെ ഗുണ്ടകനും നിക്കോ ഗോൺസാലസിന്റെ പൊസിഷൻ നോക്കുക, വളരെ പുറകിലാണ്. ആൻഡ് രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റോഡ്രിഗോ വാൽവേർഡയിലോട്ട് പാസ് റിലീസ് ചെയ്യുകയാണ്. റോഡ്രിഗോ വാൽവേർഡയിലോട്ട് പാസ് റിലീസ് ചെയ്യുമ്പോൾ ബെർണാഡോ സിൽവയുടെ പൊസിഷൻ നോക്കുക, വാൽവേർഡയിലോട്ട് ബോൾ ചെല്ലുകയാണ്. ആൻഡ് വാൽവേർഡയുടെ കാലിലോട്ട് ബോൾ ചെല്ലുമ്പോൾ ജൂഡ് ബെല്ലിംഗം ആ ഒരു റണ്ണ് നടത്തുകയാണ്. നമുക്ക് ക്ലിയർലി കാണാം ജൂഡ് ബെല്ലിംഗമിന്റെ ആ ഒരു റണ്ണ് നിക്കോ ഗോൺസാലസ് അതുപോലെ തന്നെ ഗുണ്ടകനും മിഡ്ഫീൽഡ് വളരെ പതുക്കെയാണ് ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നത്. അവർ റിയലി സ്ലോ ആയിട്ടാണ് വരുന്നത്. അടുത്ത പിക്ചറിൽ നമുക്ക് കാണാം ജൂഡ് ബെല്ലിംഗം അവിടെ റണ്ണ് നടത്തുന്നു. അവിടെ ധാരാളം സ്പേസുകൾ ക്രിയേറ്റ് ആവുന്നു. വാൽവേർഡയുടെ കാലിലോട്ട് ബോൾ വരികയാണ്. ആൻഡ് ആക്കയുടെയും ഗ്വാർഡിയോളുടെയും പൊസിഷനിങ് ഈ ഒരു പിക്ചറിൽ നോക്കുക. ആൻഡ് വാൽവേർഡെ ക്വിക്ലി ബെല്ലിംഗമിലോട്ട് ബോൾ റിലീസ് ചെയ്യുകയാണ്. സോ ഈ ഒരു ടൈമിൽ നിക്കോ ഗോൺസാലസിന് അവിടെ എത്തി പിച്ച് കവർ ചെയ്യാനായിട്ട് നല്ല ടൈമുണ്ട്. അതുപോലെ തന്നെ ഗുണ്ടകൻ ഷുഡ് ബി കവറിങ് ദോട്ട് സെൻട്രൽ ഏരിയാസ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എസ്പെഷ്യലി വിനിയുടെ എംബാപ്പേനെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ ആ ഒരു സൈഡിലോട്ട് അഥവാ ഗുണ്ടകൻ അവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ ആൾ അങ്ങോട്ട് പോകുന്നില്ല. ആൻഡ് ജൂഡ് ബെല്ലിംഗമിലോട്ട് ബോൾ ചെല്ലുകയാണ്. ജൂഡ് ബെല്ലിംഗമിലോട്ട് ബോൾ ചെല്ലുന്നു. അവിടെ 4 പ്ലേയേഴ്സ് ജൂഡ് ബെല്ലിംഗമിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ്. അത് ജൂഡ് ബെല്ലിംഗിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ്. ആരും വിനീഷ്യസ് ജൂനിയറിന്റെ റണ്ണ് ട്രാക്ക് ചെയ്യുന്നില്ല. വിനീഷ്യസ് ജൂനിയർ ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുകയാണ്. നെയ്ത്തൻ ആക്കെ ഒരിക്കലും ജമ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾക്ക് ക്ലിയർലി കാണാം റോഡ്രിഗോ ആ സെൻട്രൽ ഏരിയാസിലുള്ള സ്പേസസിലോട്ട് ഒരു റണ്ണ് നടത്താനായിട്ട് പോവുകയാണ്. ഗുണ്ടകൻ പതുക്കെ ഓടി വരുവാണ്. ഹി ഈസ് നോട്ട് കവറിങ് ദാറ്റ് ഏരിയ പ്രോപ്പർലി. നിക്കോ ഗോൺസാലസ് സത്യം പറഞ്ഞാൽ ആ ജൂഡ് ബെല്ലിംഗമിലോട്ട് ചാടി വീണമായിരുന്നു. അതുപോലെ തന്നെ ബെർണാഡോ സിൽവ വളരെ സ്ലോ ആയിരുന്നു, ജോഗിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു സിറ്റുവേഷൻസിൽ. ആക്കെ ഒരിക്കലും ജൂഡ് ബെല്ലിംഗമിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചാടാൻ പാടില്ലെന്ന്. ആക്കെ ബാക്കിൽ നിൽക്കുക. ഗ്വാർഡിയോളും നിക്കോ ഗോൺസാലസും ബെർണാഡോ സിൽവയും വേറെ ഇനഫ് ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്യാനായിട്ട്. പക്ഷെ അവരുടെ ഇന്റൻസിറ്റി ലെസ് ആയിരുന്നു. ആക്കെ ജമ്പ് ചെയ്യുന്നു. ബാക്കിൽ നോക്കാനായിട്ടാണ് വിനീഷ്യസിന് റണ്ണ് നടത്താനായിട്ട് ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുകയാണ്. വിനീഷ്യസ് അവിടെ നമ്മൾ നോക്കാനായിട്ടാണ് റൂബൻ ഡിയാസുമായിട്ട് മാത്രം വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. എംബാപ്പെ അപ്പുറത്ത് കുസനോഗിന് അഗേൻസ്റ്റ് ഫ്രീ ആണ്. ആൻഡ് സെൻട്രൽ ഏരിയാസിലോട്ട് നമുക്ക് കാണാം റോഡ്രിഗോ ആ സ്പേസ് ഏരിയയിലോട്ട് റണ്ണ് നടത്തുകയാണ്. അവിടെ ഗുണ്ടകൻ എന്ത് ചെയ്യുമായിരുന്നു? ആ ഒരു ഏരിയ എന്തുകൊണ്ട് ഗുണ്ടകൻ വന്ന് കവർ ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അവിടെ വിനീഷ്യസ് ജൂനിയറിലോട്ട് റിലീസ് ചെയ്യുന്നു. ആക്കെ കോട്ടപ്പാവുന്നു. ആൻഡ് ഗ്വാർഡിയോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ സ്പേസ് കവർ ചെയ്യാനായിട്ട് റണ്ണ് ചെയ്യാണ്. ആക്കെ റിയലി പ്രോറാണ്. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ആക്കെയും ജോഗിയാണ്. ആക്കെ ഒരു ഇന്റൻസിറ്റിയും കൊടുക്കുന്നില്ല ആ ഒരു ബോൾ റിക്കവർ ചെയ്യാനായിട്ട്. ആ ഒരു സ്പേസിലോട്ട്, അതായത് ആ സെൻട്രൽ ഏരിയാസിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന ആ ഒരു സ്പേസിലോട്ട്, ആ സോൺ 14 നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്വാർഡിയോൾ റണ്ണ് നടത്തുന്ന കാണാം. ഹൂസ് ദ ലെഫ്റ്റ് ബാക്ക്. ആക്കെ പതുക്കെ ജോഗിയാണ്. ആൻഡ് റോഡ്രിഗോനെ നമ്മൾ നോക്കുവാണെങ്കിൽ വിനീഷ്യസ് ഫൈൻഡ് ചെയ്യുന്നു. ഇപ്പോഴും കാണാം നിക്കോ ഗോൺസാലസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗുണ്ടകനാണേലും ആൻഡ് ആക്കെ ആണേലും ഒട്ടും ഇന്റൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവിടെ ഒരിക്കലും റോഡ്രിഗോക്ക് അത്ര സ്പേസ് കിട്ടാൻ പാടില്ലായിരുന്നു. മെയിൻലി ഗുണ്ടകൻ ഷുഡ് ഹാവ് കവേർഡ് ദാറ്റ് ഏരിയ. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ദാണ്ട് വീണ്ടും എക്സ്പോസ് ആവുകയാണ്. ബെല്ലിംഗമിനെ ഫൈൻഡ് ചെയ്യുന്നു. കുസനോ 1-on-1 എക്സ്പോസ്ഡ് ആവുന്നു. ആൻഡ് ഗ്വാർഡിയോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വന്ന ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാം. ആക്കെയും നിക്കോ ഗോൺസാലസും ഗുണ്ടകനും ഒന്നും പിക്ചറിൽ പോയില്ല. സോ എവിടെയാണ് ആ ഒരു ഇന്റൻസിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടി വരും. കിലിയൻ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുകയുമാണ്.